അന്നത്തെ ചൂഷണങ്ങൾ നിരവധി മന്ത്രവാദികൾ, ജ്യോത്സ്യന്മാർ, പിശാചിനെയും ജിന്നിനെയും സേവിക്കുന്നവർ തുടങ്ങി ചൂഷക സംഘങ്ങൾ തിമിർത്താടിയിരുന്ന ഒരു കാലം. അക്കാലത്താണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുന്നത്. ആർക്കും ചൂഷണം ചെയ്യപ്പെടാവുന്ന വിധത്തിൽ അന്ധവിശ്വാസങ്ങളിൽ അന്തർലീനമായി കിടക്കുന്ന ഒരു സമൂഹം. എന്തെന്തു തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളാണെന്ന് അവരുടെ അന്ധവിശ്വാസം ശിർക്ക്പരമായ അന്ധവിശ്വാസങ്ങളിലേക്ക് നമ്മൾ കടക്കുന്നില്ല. ഇത് മനസ്സിലാക്കാമല്ലോ. കല്ലും മുട്ടിയും കാണുന്നതെല്ലാം ദൈവമാകുന്നു എന്ന് വെച്ചാൽ പിന്നെ അങ്ങനത്തെ ഒരു സമൂഹത്തിന്റെ ബഹുദൈവ വിശ്വാസപരമായ അന്ധവിശ്വാസത്തെ സംബന്ധിച്ച് നമ്മൾ വിവരിക്കേണ്ടതില്ല. കാണാൻ ചന്തമുള്ള ഒരു കല്ലുണ്ടെങ്കിൽ ആ കല്ലെടുത്തിട്ട് തൽക്കാലം കീശയിലിട്ടുകൊണ്ട് യാത്ര ചെയ്തിരുന്ന അയാൾ തന്നെ സ്വന്തം കൗതുകം തോന്നിയിട്ട് കീശയിലിട്ട കല്ലാണ് തന്റെ റബ്ബെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ റബ്ബിന് ചെയ്യേണ്ട പൂജകളെന്ന് പരമ്പരാഗതമായി വിശ്വസിക്കപ്പെടുന്ന ആചാരങ്ങൾ നടത്തി ആ കല്ലിനെ ദൈവമായി കണ്ടുകൊണ്ട് യാത്രയിലുടനീളവും തിരിച്ചെത്തുന്നതുവരെയും സഹായം തേടിയിരുന്ന ഒരു വിഭാഗമാണ്, ഈ ദൈവത്തെ ദൈവമായി കണ്ടിരുന്ന ഒരു വിഭാഗമാണ് അന്നത്തെ മുശ്രിക്കുകൾ, മക്കയിലെ മുശ്രിക്കുകൾ. മക്കയിൽ മാത്രമല്ല, ഇനി ഇന്ത്യയിലെ മുശ്രിക്കുകളടക്കം ലോകത്തെ എല്ലായിടത്തും മുശ്രിക്കീങ്ങളും ഈ രൂപത്തിൽ തന്നെയാണ്. ആ തരം അന്ധവിശ്വാസങ്ങൾ അവിടെ ഇരിക്കട്ടെ. മാ ജഅലല്ലാഹു മിൻ ബഹീറത്തിൻ വലാ സായിബ എന്നൊക്കെ ഖുർആൻ പറയുന്ന മൃഗങ്ങളെ നേർച്ചയും വഴിപാടുമാക്കിയിട്ട് അവർ കാണിക്കുന്ന വിഡ്ഢിത്തങ്ങളൊക്കെ ശിർക്ക്പരമായ വിഡ്ഢിത്തങ്ങളാണ്, അന്ധവിശ്വാസങ്ങളുടെ ഭാഗമാണ്. അതവിടെ ഇരിക്കട്ടെ, ഞാനതിലേക്ക് കിടക്കുന്നില്ല. ആചാരപരമായി തന്നെ സാംസ്കാരികമായി തന്നെ അവർ നിലനിന്നിരുന്ന ചില അന്ധവിശ്വാസങ്ങൾ ശ്രദ്ധിക്കുക. റഥം എന്ന പേരിൽ ഒരു വൃക്ഷമുണ്ട്. ആ വൃക്ഷം മക്കയിൽ അറിയപ്പെടുന്ന വൃക്ഷമാണ്. അത്തരം വൃക്ഷത്തിൽ അവർക്കൊരു പ്രയോജനമുണ്ട്. അള്ള പഠിച്ച വൃക്ഷങ്ങളുടെ കൂട്ടത്തിൽ നമ്മളെ നാട്ടിൽ തേക്ക്, മുരുക്ക് എന്നൊക്കെ പറയുന്ന ഒരു മരം, അങ്ങനെ മനസ്സിലായിക്കോളി. അറബികൾ റത്തും എന്ന് പറയുന്ന ഈ വൃക്ഷം കൊണ്ട് അവർ ചെയ്യുന്ന പ്രയോഗം എന്താണെന്നറിയോ? അതിന്റെ ഒരു കൊമ്പ് പൊട്ടിക്കും. അവരൊരാൾ യാത്ര പോകുന്നുവെങ്കിൽ ആ വൃക്ഷത്തിന്റെ ഒരു കൊമ്പ് പൊട്ടിച്ചിട്ട് അതെവിടെയെങ്കിലും പ്രത്യേകം കെട്ടിവെക്കും. അതിമ കെട്ടിട്ടിട്ട് വെക്കും. ഈ യാത്ര തിരിച്ചെത്തുന്നത് വരെ ഈ വൃക്ഷത്തിന്റെ കൊമ്പിൽ കെട്ടിയിട്ട ഈ കെട്ട് അവർ എന്തിനാ വെക്കണെന്നറിയോ? തന്റെ ഭാര്യയും സഹധർമ്മിണിയും മറ്റു പുരുഷന്മാരുമായി ബന്ധപ്പെടാതിരിക്കാൻ വേണ്ടി ഇത് ചെയ്യുന്നൊരു കൂട്ടർ. ആ കെട്ട് അവിടെ ഇട്ടാൽ പിന്നെന്താ അവരുടെ നിലപാട്? ഈ കെട്ട് തന്റെ യാത്ര കഴിഞ്ഞ് വരുന്ന സമയത്ത് എങ്ങാനും അഴിഞ്ഞു കാണുന്നുണ്ടോ, എന്നാൽ തന്റെ ഭാര്യ തന്നെ വഞ്ചിച്ചിട്ടുണ്ട് എന്ന് അയാൾക്ക് ഉറപ്പായി. വിധിച്ചു അയാള്. പിന്നെ അതിന്റെ പേരിൽ നടപടിയായി. ഈ കെട്ട് അയാളിട്ട് പോയത് ഭാര്യ അറിയണ്ട, കുടുംബം അറിയണ്ട, നാട്ടുകാരറിയണ്ട. ഈ വൃക്ഷത്തിന്റെ ഒരു പ്രത്യേകതയും ഈ വൃക്ഷത്തിന്റെ ഒരു ദിവ്യത്വവും എന്ന നിലയിൽ അവർ കാണുന്ന ഒരു നിലപാട് ഇത്രയും മോശപ്പെട്ട ആരെങ്കിലുമൊക്കെ അയച്ചിട്ടാലോ ഏതെങ്കിലുമൊക്കെ നിലക്ക് വിട്ടാലോ ആ പെണ്ണ് പിന്നെ തന്നെ വഞ്ചിച്ചു എന്ന് വിശ്വസിച്ചാൽ ആ കുടുംബത്തിന് ഒരു കുടുംബം എന്നുള്ള നിലയിൽ ജീവിക്കാൻ പരസ്പര വിശ്വാസം നഷ്ടപ്പെടാൻ വേറെ വല്ലവയ്ക്കും പോണോ? ഈ രീതിയിലുള്ള അന്ധവിശ്വാസങ്ങൾ. റത്തീമ എന്ന പേരിൽ ഒരു ഒട്ടകമുണ്ട്. അവർ ഒരൊട്ടകത്തിന് പ്രത്യേകം പറയുന്ന പേരാണിത്. ഒട്ടകത്തിന്റെ പേരല്ല, അവരുടെ സാധാരണ ഒട്ടകങ്ങളിൽ നിന്നൊരൊട്ടകം, ഒരു പെണ്ണൊട്ടകം. ആ പെണ്ണൊട്ടം എന്താ ചെയ്യാന്നറിയോ? അവരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാൾ മരണപ്പെട്ടാൽ ആ മരണപ്പെട്ട ആളെ സംബന്ധിച്ചുള്ള അന്ധവിശ്വാസ പ്രകാരം മിക്കവാറും അവരിൽ പുനർജന്മമില്ല, ഉയർത്തെഴുന്നേൽപ്പില്ല. അങ്ങനെ വിശ്വസിക്കുന്നവരെല്ലാം മക്കയിലെ മുശ്രിക്കീങ്ങൾ. ഐദാ വലൽനാ ഫിൽ അർളി, ഞങ്ങൾ ഭൂമിയിൽ മറഞ്ഞാൽ പിന്നെ ഞങ്ങളെ പിന്നെ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുകയോ പുനർജന്മം നൽകപ്പെടുകയോ എന്ന് ചോദിക്കുന്നു. ഖുർആൻ എത്രയോ ഉദ്ധരിക്കുന്നുണ്ട്. പക്ഷേ എല്ലപ്പോഴും എങ്ങനെയെങ്കിലും വല്ല പ്രേതങ്ങളും മറ്റുമൊക്കെ അവരിൽ നിന്ന് ചില മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുക എന്നൊരു സ്വഭാവം അവർക്കുണ്ട്. അങ്ങനെ വിശ്വസിക്കുന്നവരുമുണ്ട്. അത്തരത്തിൽ ഈ മരിച്ച മനുഷ്യനെങ്ങാനും മരണപ്പെട്ടാൽ അയാളുടെ ഖബറിന്റെ അകത്ത് ഒരു ഒട്ടകത്തെ, നല്ല ഒരു ഒട്ടകത്തെ, അതിന്റെ കണ്ണ് ചൂഴ്ന്നെടുത്തിട്ടിട്ട് അവർ ആ ഒട്ടകത്തെ ഖബറിന്റെ അടുത്ത് കെട്ടിവെക്കും. ഈ കെട്ടിയ ഒട്ടകം എന്തിനാണെന്നറിയോ? കണ്ണ് രണ്ടും കെട്ടിവെക്കുകയാണ്, പുറത്തു പോകാതിരിക്കാൻ, ഓടിപ്പോകാതിരിക്കാൻ. ഈ ഖബറിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുന്ന ആൾക്ക് യാത്ര ചെയ്യാൻ വേണ്ടി. അങ്ങനെ മരിക്കുന്നത് വരെയും ഈ ഒട്ടകത്തെ വെക്കുകയാണ്. കെട്ടിയിട്ട് ഒട്ടകത്തെ മരിക്കുന്നത് വരെ വെക്കുക. ഒട്ടകം മരിച്ചാൽ ആ മരിച്ച ഒട്ടകം ഈ ഖബറിൽ കിടക്കുന്ന ആൾ അതിന്റെ പുറത്ത് കയറിയിട്ട് അന്തർധാനം ചെയ്തു എന്നാവും മനസ്സിലാക്കുക. പുനർജന്മം നേടിപ്പോകും. ഈ തരത്തിലുള്ള അന്ധവിശ്വാസങ്ങൾ ഒട്ടകങ്ങളെ ഭേദ്യം ചെയ്യുന്നതിന് ഒരു കണക്കുമില്ല. പലവിധത്തിൽ അങ്ങനെ കണ്ണു ചൂഴ്ന്നിട്ടും രണ്ട് കണ്ണും ചൂഴ്ന്നിട്ടും ഒക്കെ. എന്തിനാ? നല്ല നല്ല സമ്പന്നനൊക്കെ അതിന് 1000 ഒട്ടകമുണ്ടായി ഒരാൾക്കെങ്കിൽ ഈ 1000 ഒട്ടകത്തിന്റെ ഉടമസ്ഥൻ അതിന്റെ കൂട്ടത്തിൽ നിന്ന് നല്ല കൂറ്റനായ ഒരു ഒട്ടകത്തിന്റെ കണ്ണ് കുത്തിപ്പൊട്ടിക്കും. എന്തിന്? കണ്ണു കുത്തിപ്പൊട്ടിച്ച ആ ഒട്ടകം
കണ്ണേറ് തടുക്കും. ഈ 1000 ഒട്ടകങ്ങൾക്കും പിന്നെ കണ്ണേറ് തടുക്കുന്നതിന് വേണ്ടി ഈ ഒട്ടകം. ഇതൊക്കെ നമ്മൾ പറയുമ്പോ നമ്മുടെ നാട്ടിലും ഇപ്പോൾ കാണുന്ന അന്ധവിശ്വാസങ്ങളും നമുക്കിടയിൽ സാധാരണഗതിയിൽ രണ്ടാമത് പുനർജനിച്ചിരിക്കുന്നതായ ആചാരങ്ങളും ദുരാചാരങ്ങളൊക്കെ നമ്മുടെ മനസ്സിലൂടെ എത്തണം. ഈ വിധത്തിൽ വളരെ മോശപ്പെട്ട വിധം ഒട്ടകത്തിനക്ക് നല്ലൊരു രോഗമുണ്ട്. ആ തരത്തിലൊരു രോഗം വന്നാൽ അതൊരു തരം ചൊറിയാണ്, ചൊറി പോലത്തെ ഒരു വ്രണം. അതിനവർ പേര് പറയുന്നതാണ് എരുവ്. ഇതെങ്ങനെയോ വരുന്നൊരു രോഗമാണ് അവർ വിചാരം. അത് വന്നാൽ ആ രോഗം വന്ന ഒട്ടകത്തെ ചികിത്സിക്കാൻ വേണ്ടി അവർ ചെയ്യുക, രോഗമൊന്നുമില്ലാത്ത ഒട്ടകത്തെ കരിക്കുക ചെയ്യുക. കരിക്കുക എന്ന് പറഞ്ഞാൽ ചൂടുക്കുക എന്ന് പറഞ്ഞൊരു പണിയുണ്ട്. മിഖ്വാത്ത്, കരിക്കുന്ന ഇരുമ്പ് ചൂടാക്കിയിട്ട് പഴുപ്പിച്ചിട്ട് ചൊറി പോക്കാൻ വേണ്ടി അവർ ചെയ്യുന്ന ഒരു ചികിത്സ ഉണ്ട്. ഇന്നത്തെ നമ്മൾ റേഡിയേഷൻ എന്ന് പറയുന്നത് പോലെ പുരോഗമിച്ച പേര് വരുമ്പോ നമുക്ക് ഇംഗ്ലീഷ് ആവും. ഓല് പറയുന്നത് കെയ്യ് എന്നാണ് അതിന് പറയാ, അറബിൽ പറയാം. കെയ്യ് പറഞ്ഞാൽ ചുടുക തന്നെ, ചുട്ടുകരിക്കുക. എങ്ങനെ ചുട്ടുകരിക്കുക? അതിനായിട്ടൊരു പ്രത്യേകം മിഖ്വാത്തുണ്ട്, ചുട്ടുകരിക്കാൻ പറ്റുന്ന ഇരുമ്പ്. ആ ഇരുമ്പ് പഴുപ്പിച്ചിട്ട് ഈ ചൊറിയുള്ള പ്രദേശത്തൊക്കെ സാധാരണഗതിയിൽ ചെയ്യുന്ന ഒരു ചികിത്സാ രീതിയാണ് കെയ്യ് എന്ന് പറയുന്നത്. ഈ കെയ്യ് എന്നറിയുന്ന ഇടപാട് അവർക്ക് പൊതുവേണ്ട്, സ്വന്തം രോഗത്തിനുണ്ട്. നമ്മളിപ്പോ അതിന് ക്യാൻസർ എന്നറിയുന്ന പുണ്ണ് എന്നൊക്കെ പണ്ട് പറയുന്നത് ഇപ്പൊ നമ്മൾ ക്യാൻസർ എന്നൊക്കെ പറയാലോ. ഈ ക്യാൻസർ എന്നറിയുന്നവരിലുണ്ടായാൽ ചില അവയവങ്ങളിലൊക്കെ നമ്മൾ റേഡിയേഷൻ എന്നൊന്നില്ലേ കരിക്കുക എന്നൊക്കെ പറയുന്നത് ഇതേ രീതിയിലുള്ള ഒരു ഇടപാട്. ഈ ഒരിടപാട് അന്നവർ നടത്താറുണ്ട്. പക്ഷെ ഈ എന്ന് പറയുന്ന രോഗം വന്നാൽ അവർ ചെയ്യുന്ന രീതി എന്താണെന്നറിയോ? ഈ രോഗമുള്ളതിനെയല്ല ചികിത്സിക്കുക, രോഗമില്ലാത്ത സാധനത്തിന് പോയി ചികിത്സിക്കും. കൊണ്ടോട്ടിയിലെ മുള്ളുപോലെ മുള്ളു തൊണ്ടി കുടുങ്ങിയാല് ഒപ്പം ഈ മുള്ളേറ്റ് ആരോ തൊള്ളിയിലാ കുടുങ്ങിയെന്ന് വെച്ചാൽ ഓന്റെ ഒപ്പം പോയ ആൾക്കാരുടെ പഴം കൊടുക്കുകയാണ്. അത് കൊടുത്താൽ അയാൾ കുടുങ്ങിയ അയാളുടെ സംഗതി മഴ വീഴുന്നതോടുകൂടെ ഈ മുള്ളാണ് പോകും. ഇതാണ് കൊണ്ടോട്ടിയിലെ തങ്ങന്മാരുടെ ചികിത്സന്റെ രീതി. അതിപ്പോഴൊക്കെ പോകാറുണ്ട് പലരും ആളുകളെ. നമ്മളിത് അനുഭവിച്ചിട്ടില്ല, സാധാരണ പറഞ്ഞു കേൾക്കുന്നൊരു പരിപാടിയാണ്. ആ വിധത്തിലുള്ള ഒരു ചികിത്സ സലീമത്തായ ഈ ഒട്ടകത്തിലേക്കാണ് അവർ ചികിത്സിക്കുക. അതുപോലെ തന്നെ പശു വെള്ളം കുടിക്കണില്ല, തിന്നണില്ല, ഇങ്ങനെയൊക്കെ വന്നാൽ ആ പശുവിന് ബാധിച്ചിട്ടുള്ളത് ജിന്നിന്റെ അസുഖമാണ്. എങ്ങനെയാ ജിന്നിന്റെ അസുഖം? ഈ പശു തിന്നാത്തതിനും പശു മോട്ട് കാട്ടുന്നതിനൊക്കെ പോലെ അടിക്ക കാളനെയാണ്. കാളനെ പിടിച്ചടിച്ച ഈ പശുവിന്റെ കാളൊന്നുമല്ല, ഏതെങ്കിലും കാളനെ. പഠിക്കുന്ന ഒരു ഷാഹിദ് ബൈത്താണ്. പശു വോട്ട് കാട്ടിയാൽ കാളനെ തല്ലിയാണ്. അത് നമ്മളടിയിലൂടെ ഒരു ഉദാഹരണമായിട്ട് വരുന്ന രീതിയാണ്. അത് അവരുടെ ദുരാചാരമാണ്. സാധാരണ ഈ പശുക്കൾ വോട്ട് കാട്ടിയാൽ ആ കാളിനെ തച്ചിട്ട് എന്താ കാര്യം? നമ്മളൊന്ന് ചിന്തിക്കും, ആളിനെ തലണ് കണ്ടിട്ട് പേടിച്ചിട്ട് ഈ പശു നന്നാവുന്നു. അങ്ങനെയല്ല, അങ്ങനെയൊക്കെ മൂല്യന്മാർ വെറുതെ വ്യാഖ്യാനിക്കാറുണ്ട്. ഓരോന്ന് കസൂറിൽ ബക്കറു എന്ന് പറയുമ്പോ എന്താ അത് തിരിയാതെ മൂല്യന്മാർ കുറെ പറഞ്ഞു കൊടുക്കും. ആ പഠനത്തിൽ പറയുന്നതാണ്, ആളിനെ നല്ലോണം തച്ചാല്, വലിയ മനുഷ്യന്മാരെ തച്ചാലും കുട്ടികൾ നന്നാവുമല്ലോ. അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യാറുണ്ടല്ലോ. പിരാന്ത് പിടിച്ചാല് അപ്പം ചുടുമ്പോ അപ്പം കേടുന്നാലും നോക്കി തോന്നെ തല്ലണ സ്വഭാവമല്ലേ? ആ രീതിയിലൊക്കെ പലരും ചെയ്യും. അങ്ങനത്തെ ചെയ്യലല്ല ഇത്. ഇവരുടെ അന്ധവിശ്വാസമാണിത്. ജിന്ന് ഈ കാളന്റെ പുറത്ത് കയറുമ്പോ ആ ജിന്നിന് കാള വാഹനമായതുകൊണ്ട്, ആൺമൃഗം വാഹനമായതുകൊണ്ട് ഈ കാളയെ കേറിയിട്ടുള്ള ജിന്നാണ് ഈ പശുവിനെ തീറ്റാതിരിക്കുന്നത്. അതിന് കാളന്റെ മുകളിൽ കയറിയ ജിന്നിനാണ് ഇവർ ഈ തല്ലുന്നത്, സൗർന്ന് തല്ലുന്നത്. ഈ വിധത്തിൽ തല്ലുന്ന ചികിത്സകൾ, ഇത്തരത്തിൽ അവരുടെ ആചാരങ്ങൾ നോക്കിയാൽ ഹാമ എന്ന് പറയുന്ന ഒന്നുണ്ട്. ഹാമ എന്ന് പറയുന്നത് എന്താ? ഹാമ എന്ന് പറയുന്നത് ജനങ്ങളുടെ പ്രേതമായിട്ട് വരുന്ന ഒന്നിന് പിന്നീട് ആ പേര് വരാറുണ്ട്. ജിന്നും പിശാച്ചൊക്കെ ആ വിധത്തിൽ ഈ അന്ധവിശ്വാസങ്ങളെ എല്ലാം യാഥാർത്ഥ്യവൽക്കരിക്കുന്നതിന് വേണ്ടി ചില ഉപകാരങ്ങളും അതിന് ചില അടിസ്ഥാനങ്ങളൊക്കെ ഈ പിശാച്ച് പറഞ്ഞ വർഗം ഉണ്ടാക്കും. അത് പിശാച്ചിന്റെ ഒരു ഹോബിയാ. എന്താ? ഇതൊക്കെ നിലനിൽക്കണമല്ലോ. ഇത് നിലനിൽക്കാൻ വേണ്ടി അതൊരു ദിവ്യത്വമോ ശക്തിയോ പ്രത്യേകം എന്തെങ്കിലുമൊക്കെ നൽകിയിട്ട് അത് നിലനിർത്താൻ വേണ്ട കോപ്പൊക്കെ പിശാച്ച് കാണിക്കും. അക്കൂട്ടത്തിൽപ്പെട്ട ഒന്ന് ഹാമ. ആരെങ്കിലും ഒരാളെ കൊല്ലപ്പെട്ടാൽ ആ കൊല്ലപ്പെട്ടിട്ടുള്ള ആൾക്ക് പ്രതികാരം ചെയ്തെങ്കിൽ മാത്രമേ പറ്റുള്ളൂ എന്നുള്ള നിലക്ക് വരുന്ന തലയോട്ടിയിൽ നിന്ന് വരുന്ന ഒരു പക്ഷിയാണത് എന്ന് അവർ പറയാം. ഹാമ എന്നുള്ളതൊരു പക്ഷിയാണ്. നമ്മളവിടുത്തെ ഭൂമന്റെ വായി കൂമെന്നൊക്കെ പറയില്ലേ നമ്മള്. കുറ്റിച്ചൂള എന്ന് പറയുന്നത് നോക്കി ഏതാനും മനസ്സിലാക്കാം. കുറ്റിച്ചൂള മൂടിയാല് ആരോ മരിച്ചിക്കണെന്ന് പറയില്ലേ നമ്മള്. ഇതേ രീതിയിൽ ഈ കുറ്റിച്ചൂളാൻ പോലത്തെ ഒരു സാധനമാണ് ഹാമ. ഈ ഹാമ എന്ന് പറയുന്ന സാധനം ഒന്നിച്ചു മൂടിയാലും അത് ശബ്ദമുണ്ടാക്കിയാലും ഓര് പറയുന്നത് കൊല്ലപ്പെട്ട ഒരാളുടെ
ആത്മാവ് പക്ഷിയായി വന്നതാണ് ആ പക്ഷി. ഇനി എന്നെ കൊന്നതിന് പ്രതികാരം തേടിയിട്ട് കൊന്നോനെ പിടിച്ച് കൊന്നെങ്കിൽ മാത്രമേ ഈ പക്ഷി അടങ്ങുള്ളൂ എന്ന്, അല്ലെങ്കിൽ ആവൂല അതുവരെ. ഈ തരത്തിലുള്ള അന്ധവിശ്വാസങ്ങൾ, അന്ധവിശ്വാസത്തോടുള്ള ദുരാചാരങ്ങൾ, ഇതൊക്കെ നിലനിന്നിരുന്ന ഏറ്റവും അതെന്നെ പറഞ്ഞാൽ ഒരു ആളെ എന്നെ പോണ്ടി വരും. അപ്പൊ ഞാനത് പോരട്ടെ. ഈ വിധത്തിലുള്ളതായ അന്ധവിശ്വാസങ്ങളും ദുരാചാരങ്ങളും നിലനിന്നിരുന്ന ഈ ഒരു സമൂഹത്തിൽ ഇത്തരം വിശ്വാസികളെ പിഴപ്പിക്കാൻ വേഗമുണ്ടല്ലോ, അവരെ ചൂഷണം ചെയ്യാനും വേഗമുണ്ടല്ലോ. പല വിധത്തിൽ അവരെ ചൂഷണം ചെയ്യാം. അങ്ങനെ ചൂഷണം ചെയ്യപ്പെട്ടിരുന്ന ഒരു സമൂഹം മന്ത്രവാദികളെ കൊണ്ട് അവർ ചൂഷണം ചെയ്യപ്പെട്ടിരുന്നു. അള്ളാഹുവിന്റെ റസൂല് മന്ത്രത്തെയൊക്കെ വിരോധിക്കുകയും മന്ത്രത്തെയൊക്കെ അങ്ങേയറ്റം എതിർക്കുകയും ചെയ്ത പല ഹദീസുകളും കാണാം. ആ ഹദീസുകളൊക്കെ ആ തരത്തിലുള്ള മന്ത്രവാദികളും അവരുടെ മന്ത്രങ്ങളും ഉദ്ദേശിച്ചുകൊണ്ട് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവരിച്ചതാണ്. ജ്യോത്സ്യന്മാർ എന്ന പേരിൽ ഒരു പ്രത്യേക കൂട്ടം, അതിലൊക്കെ വലിയ വലിയ വമ്പന്മാരുണ്ട്. ഇന്നത്തെ ഒന്നും മാതിരിയല്ല. അന്ന് യാഥാർത്ഥ്യവുമായി ബന്ധപ്പെട്ട് ചിന്തിച്ചാൽ, ന്യായത്തിന്റെ അടിസ്ഥാനത്തിൽ ചിന്തിച്ചാൽ നല്ല നല്ല കഴിവുള്ള ജ്യോത്സ്യന്മാരുണ്ട്. പറയുന്നതൊക്കെ വാസ്തവമായി തന്നെ വരുന്ന നല്ല ജ്യോത്സ്യന്മാർ. ആ ജ്യോത്സ്യന്മാരെ മുതലെടുത്തുകൊണ്ട് അവരെ മറയാക്കിക്കൊണ്ട് ഏറ്റവും കള്ളന്മാരായിരുന്ന ആളുകൾ ജ്യോത്സ്യപ്പണി ചെയ്യും. എന്താ ജ്യോത്സ്യപ്പണി? ജ്യോത്സ്യപ്പണി എന്ന് പറഞ്ഞാൽ ജിന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് ഭാവി കാര്യങ്ങൾ പറയാം, വരാനുള്ള കാര്യങ്ങൾ പറയാം, മുസ്തഖബിലായ കാര്യങ്ങൾ പറയാം, മുസ്തഖബിൽ സമാനിൽ വരാനുള്ള കാര്യങ്ങൾ പറയാം, നമുക്ക് സംഭവിക്കാനിരിക്കുന്ന രോഗം, അപകടം, കെടുതി, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയാം. ഇതിന്റെ ഒക്കെ പേരിൽ പണം തട്ടിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് ചൂഷകന്മാർ വിലസുന്ന ഒരു കാലത്താണ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരുന്നത്. തങ്ങൾ തങ്ങളുടെ 23 വർഷക്കാലത്തെ ജീവിതത്തിനിടയിൽ 13 വർഷക്കാലം തൗഹീദ് അള്ളാഹുവിന്റെ റസൂൽ ഊട്ടിയുറപ്പിച്ചപ്പോൾ, അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചിട്ടുള്ള നബിയിൽ നിന്ന് തൗഹീദ് പകർന്നു കിട്ടിയിട്ടുള്ള സ്വഹാബാക്കൾ അള്ളാഹുവിലുള്ള അചഞ്ചലമായ വിശ്വാസം കൊണ്ട് തന്നെ ഇത്തരം എല്ലാ അന്ധവിശ്വാസങ്ങളിൽ നിന്നും ദുരാചാരങ്ങളിൽ നിന്നും മുക്തരായി. ഒരന്ധവിശ്വാസത്തിനും അവരെ പിഴപ്പിക്കുവാൻ കഴിയുമായിരുന്നില്ല. ഒരു ചൂഷകനും അവരെ ചൂഷണം ചെയ്യുവാൻ സാധിക്കുമായിരുന്നില്ല. ചികിത്സാരികൾക്ക് സാധിക്കുമായിരുന്നില്ല. മന്ത്രവാദികൾക്ക് സാധിക്കുമായിരുന്നില്ല. ജ്യോത്സ്യന്മാർക്ക് സാധിക്കുമായിരുന്നില്ല. ജ്യോതിഷന്മാർക്ക് സാധിക്കുമായിരുന്നില്ല. ആ വിധത്തിലുള്ള ആർക്കും വഞ്ചിക്കാൻ പറ്റാത്ത ഒരു ഉത്തമ സമൂഹത്തെ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വാർത്തെടുത്തിട്ടുള്ളവരാണ് ഈ ഉമ്മത്തിലെ ആദ്യ തലമുറ സ്വഹാബത്ത് എന്ന് നാം വിളിച്ചാദരിക്കുന്ന വിഭാഗം. അവർക്ക് ശേഷവും ഈ അന്ധവിശ്വാസികളിൽ നിന്ന് അള്ളാഹുവിന്റെ റസൂല് ശിർക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ അന്ധവിശ്വാസങ്ങളും ഈ സമൂഹത്തിൽ നിന്ന് ഉച്ചാടനം ചെയ്തു. ഇനി തിരിച്ചു വരാത്ത വിധം ഉച്ചാടനം ചെയ്തു. ഒരിക്കലും ഞാൻ നിങ്ങളുടെ മേൽ അന്തുശ്രിക്കൂ, നിങ്ങൾ മുശ്രിക്കീങ്ങളാകുമെന്ന് ഭയപ്പെടുന്നില്ല. വലസ്തു അഖാഫു അലൈക്കും അന്തുശ്രിക്കൂ, എന്റെ കാലശേഷം നിങ്ങൾ മുശ്രിക്കീങ്ങളായി പോകും, നിങ്ങളുടെ ഈ സമൂഹം ശിർക്കിലകപ്പെട്ടു പോകും എന്ന് ഞാൻ ഒരിക്കലും ഭയപ്പെടുന്നില്ല. സമ്പത്ത് കൊണ്ടും സമ്പത്തിന്റെ പണപളപ്പ് കൊണ്ടും തോന്യാസം കൊണ്ടും നാശങ്ങൾ കൊണ്ടും തദനുസൃതമായിട്ടുള്ള വഞ്ചനകൾ കൊണ്ടും ചൂഷണങ്ങൾ കൊണ്ടുമാണ് നിങ്ങളുടെ സമുദായം മോശപ്പെടുക. അതിന്റെ പേരിൽ വരുന്ന കിടമത്സരങ്ങൾ കൊണ്ടും പക കൊണ്ടും ശത്രുത കൊണ്ടുമാണ് നിങ്ങളിൽ നടക്കുന്ന തിന്മകളൊക്കെ ഉണ്ടാവുക. ശിർക്ക് നിങ്ങളിൽ നിന്നും സമൂഹത്തിൽ നിന്നും ഉച്ചാരണം ചെയ്യപ്പെട്ടുവെന്ന് മുത്തു മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രഖ്യാപിക്കുമാർ. ശിർക്കിന്റെ അത്തരം ദുരാചാരങ്ങൾ, ശിർക്കിന്റേതായ വിശ്വാസങ്ങളെല്ലാം ഈ സമൂഹത്തിൽ നിന്ന് ഉച്ചാടനം ചെയ്യപ്പെട്ടു. എന്നാൽ അന്ത്യനാൾ വരെ പൈശാചികമായി നിലനിൽക്കുന്ന, പിശാചിന്റെ ദുർബോധനങ്ങൾ കൊണ്ട് നിലനിൽക്കുന്ന, പിശാചിന്റെ തന്ത്രങ്ങൾ കൊണ്ട് നിലനിൽക്കുന്ന ഒരുപാട് ചൂഷണോപാധികൾ ഈ സമൂഹത്തിൽ നിലനിൽക്കും. അത് നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഈ സമൂഹം എന്നെന്നും അതിൽ നിന്ന് മോചനം നേടാൻ, മുക്തരാകാൻ ആദരവായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ വിഷയത്തിൽ ധാരാളം താക്കീതുകളും ഉപദേശങ്ങളും ഈ സമൂഹത്തിന് നൽകിയിട്ടുണ്ട്. കഠിനമായ രീതിയിൽ അള്ളാഹുവിന്റെ ഹബീബ് ഇതിനെയൊക്കെ വിലക്കിയിട്ട് സമൂഹത്തെ പഠിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ, അത് ആ ആരംഭ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെ തിരിച്ചു വന്ന് വ്യാപകമായിരിക്കുന്ന ഈ സമൂഹത്തിന്റെ ചിത്രം നിങ്ങളുടെ മനസ്സിൽ ഓടിയെത്തുന്നതിന് വേണ്ടിയാണ് ആരംഭ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ കാലം ഞാൻ ഒരൽപ്പം ഉദ്ധരിച്ചത്. ഇനി അന്നത്തെ സംഭവങ്ങൾ പറഞ്ഞാൽ നീണ്ടുപോകും.
ആ സമൂഹത്തിൽ കണ്ട അതേ നടപടികളിൽ നിന്ന് ഇനിയും സമൂഹത്തിൽ മനുഷ്യരെന്ന നിലക്ക് മനുഷ്യൻ നിലനിൽക്കുമ്പോൾ സഹജമായുള്ള മനുഷ്യന്റെ ദൗർബല്യ നിമിത്തം ഉണ്ടായിത്തീരാവുന്ന അത്തരം അന്ധവിശ്വാസങ്ങളെയും ദുരാചാരങ്ങളെയും ചൂഷണോപാധികളെയും ആരംഭ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കർശനമായി വിലക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, അതിൽപ്പെട്ട ഏറ്റവും വലിയ ഒന്നാണ് കാഹിനുകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആഗമനവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് കാഹിനുകൾക്ക് അത്ര പ്രചാരം കിട്ടിയത്. നബി തങ്ങൾ വരുന്നതുമായി ബന്ധപ്പെട്ടുള്ള ആ കാലങ്ങളിലാണ് ഇവരുടേതായ വിലസലും ഇവരുടെ പ്രവചനങ്ങളുമൊക്കെ സമൂഹത്തിൽ ധാരാളം വ്യാപകമായത്. അത് അത്യാവശ്യം സത്യസന്ധമായി തന്നെ വന്നു. ശിഖ്, സത്വീഹ് എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്ന രണ്ട് വലിയ ജ്യോത്സ്യന്മാരുണ്ടായിരുന്നു. ആ ജ്യോത്സ്യന്മാര് പറയുന്നതൊക്കെയും ജനങ്ങൾക്ക് വളരെ സ്വീകാര്യവുമായിരുന്നു. അന്താരാഷ്ട്ര തലത്തിൽ റോം സാമ്രാജ്യത്തിന്റെ അധിപന്മാരും പേർഷ്യൻ സാമ്രാജ്യത്തിന്റെ അധിപന്മാരും അവരുടെ ഭരണോപദേശങ്ങൾക്ക് വേണ്ടി കണ്ടെത്തിയിരുന്നതും അന്വേഷണങ്ങൾക്ക് അറബികളിൽ വന്നാൽ അവർ തെരഞ്ഞെടുത്തിരുന്നതും ശക്കിനെയും സതീഹിനെയുമായിരുന്നു. അവർ പറഞ്ഞ അത്ഭുതങ്ങളൊക്കെ കേട്ടാല് ഈ ജ്യോത്സ്യന്മാരൊക്കെ വളരെ സത്യസന്ധന്മാരാണ്, പറയുന്നതൊക്കെ കാര്യം തന്നെയാവും തോന്നിപ്പോകും. പക്ഷെ അതൊക്കെ എവിടെയായിരുന്നു എന്നറിയോ? ആരംഭ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ സമൂഹത്തിൽ ആഗതരാകാനിരിക്കുന്നു. അറബികളിൽ നിന്നും ഉത്തമകുലമായ ഖുറൈശികളിൽ ഒരു നബി വരാനിരിക്കുന്നു. ആ നബിയുടെ വരവോടുകൂടെ എല്ലാ മോശങ്ങളും ഇല്ലാതാകാൻ വേണ്ടി പോകുന്നു. നമ്മുടെ ഈ ജ്യോത്സ്യവൃത്തിക്ക് തന്നെയും തടയിടപ്പെടാൻ വേണ്ടി പോകുന്നു. ഇനി ജ്യോത്സ്യന്മാർക്കൊന്നും യാതൊരു വിധത്തിലും ജീവിക്കാൻ പറ്റാത്ത വിധത്തിൽ വരും എന്നൊക്കെയുള്ള വിവരങ്ങളാണ് അവർ പ്രത്യേകം പ്രവചിച്ചുകൊണ്ടിരുന്നത്. ആ വിവരങ്ങൾ സത്യസന്ധമായി നാട്ടിൽ, സമൂഹത്തിൽ, പൊതുരാജ്യങ്ങളിൽ ഒട്ടാകെ എത്തുന്നതിനു വേണ്ടി അന്തർദേശീയ തലത്തിൽ തന്നെ ഇത് പ്രചരിപ്പിക്കുന്നതിനു വേണ്ടി അല്ലാഹു തആല ഇവർക്ക് നൽകിയ ഒരു പ്രത്യേകമായ സത്യസന്ധമായ വിവരങ്ങളായിരുന്നു ഈ ജ്യോത്സ്യന്മാർക്ക് അന്ന് നൽകിയിരുന്നത്. അതൊക്കെ വർദ്ധിച്ചു. ഇനി ജ്യോത്സ്യന്മാരും ആളൊന്നുമില്ലെങ്കിൽ അശരീരികൾ ധാരാളം കേൾക്കും. അള്ളാന്റെ റസൂലുമായി ബന്ധപ്പെട്ട അശരീരികൾ ധാരാളം നമ്മൾക്ക്. അശരീരി എന്ന് പറഞ്ഞാൽ ശരീരമില്ലാത്തത് തന്നെ. ശരീരമില്ലാതെ ഒച്ച, ആളെ കാണൂല, ഒച്ച. എന്നാ അതൊക്കെ ഇപ്പൊ ഇന്നെവിടെ പോയി എന്ന് വിചാരിക്കും നമ്മള്. അതിന് പറഞ്ഞുകൊണ്ട് നിഷേധിക്കാൻ നിൽക്കണ്ട. അശരീരി എന്ന് പറഞ്ഞ് ജിന്ന് എന്നറിയുന്ന കൂട്ടരാണത്. നമ്മളൊരു സഹോദര സമുദായമുണ്ട്. ഇനി മലക്കുകൾ എന്നൊരു കൂട്ടരുണ്ട്. നമ്മളോടൊപ്പം തന്നെ മലക്കുകളുണ്ടല്ലോ. ഈ ഭൂമിയിൽ, ഈ സദസ്സിൽ ഒരുപാട് മലക്കുകളുണ്ട്. അങ്ങനെ നമ്മുടെ സദസ്സിൽ, നമ്മുടെ ഇബാദത്തിൽ മലക്കുകളുണ്ട്. നമ്മോടൊപ്പം ജിന്നുകളുണ്ട്. നമ്മുടെ സമൂഹത്തിൽ ജിന്നുണ്ട്, ഭൂമിയിൽ ജിന്നുണ്ട്. അക്കൂട്ടത്തിൽപ്പെട്ട ജിന്നുകൾ അശരീരിയായിക്കൊണ്ട് ശബ്ദിക്കുന്നതാണ് ഈ അശരീരി എന്നറിയുന്നത്. അതും തന്നെ റസൂലുള്ളാഹിന്റെ നിയോഗവുമായി ബന്ധപ്പെട്ട കാലം അടുത്തപ്പോൾ വളരെ വർദ്ധിച്ചു. വർദ്ധിച്ചതൊക്കെയും സത്യസന്ധമായ വിവരങ്ങൾ നൽകിക്കൊണ്ടായിരുന്നു. ഇന്നോ കൊല്ലപ്പെട്ടോ, ഇന്നോൻ എന്തുപോയി എന്ന് ചോദിച്ചിട്ട് അന്വേഷിക്കാൻ മാർഗമില്ലെങ്കിൽ, ഫോണില്ല, അന്വേഷണത്തിന് മാർഗമില്ല, അന്വേഷിക്കാൻ വേണ്ട ഇന്റലിജൻസുകളൊന്നുമില്ല, CBI പോലുള്ള ഇന്നത്തെ നമ്മുടെ ഏജൻസികളൊന്നും ചിന്തിക്കാൻ പറ്റില്ല. അത്തരം ഒരു കാലത്ത് കൊലയാളികളോ, പുള്ളികളോ, അല്ലെങ്കിൽ അക്രമത്തിനിരയായവരോ, എവിടെയെങ്കിലും അലി പോയിട്ട് കാണാതായവരൊക്കെ എവിടെ ഇരിക്കുന്നു എന്നറിയണമെങ്കിൽ മാർഗം എന്തായിരുന്നു? അശരീരികളായിരുന്നു. അശരീരി സത്യം പറയും. അശരീരി സത്യം പറയുന്ന രൂപവും ഇവിടെ ഉണ്ടാക്കിയത് റസൂലുള്ളാഹിന്റെ ആഗമനം അറിയിക്കാൻ, നബി തങ്ങളുടെ ആഗമനത്തിന്റെ വിവരങ്ങൾ സത്യസന്ധമായി പറയാനുള്ള അല്ലാഹു തആലാന്റെ ഒരു പ്രത്യേക സംവിധാനമായിരുന്നു ഇതിന്റെ വർധനവ്. ഈ രൂപത്തിലുള്ള ഒരുപാട് സംഭവങ്ങൾ അന്നത്തേത് ഇന്നാണെങ്കിൽ നമ്മൾ ശരിക്കും പേച്ചു. അതൊക്കെ പോയി. അതൊക്കെ അല്ലാഹു തന്നെ ഇല്ലാതാക്കി. എങ്ങനെ ഇല്ലാതാക്കി? ജ്യോത്സ്യന്മാർക്ക്, ജ്യോത്സ്യപ്പണിക്ക് ആധാരമാകുന്ന അദൃശ്യമായ വിവരങ്ങളും ഇന്ദ്രിയാതീത വിവരങ്ങളും കിട്ടാനുള്ള എല്ലാ പഴുതുകളും അല്ലാഹു തടഞ്ഞു വെച്ചു. ആകാശത്തിൽ നിന്ന് മലക്കുകളുടെ സംസാരം കട്ടുകേട്ടുകൊണ്ടായിരുന്നു ജിന്നുകളും ശൈത്വാന്മാരും ഇവിടെ ഉപായങ്ങൾ കളിച്ചിരുന്നതൊക്കെ. ഭൂമിയിൽ നടപ്പാക്കേണ്ട കാര്യങ്ങൾ ഭരണവ്യൂഹം എന്ന നിലയിൽ അല്ലാഹു തആലാന്റെ സൈന്യമായ മലക്കുകൾ ആകാശലോകത്ത് ചർച്ച ചെയ്യുമല്ലോ. ഇന്നിന്ന സ്ഥലത്ത് മഴ പെയ്യിപ്പിക്കണം, ഇന്നിന്ന സ്ഥലത്ത് ഇന്നൊരു സംഭവം നടക്കും, ഇന്നിന്ന സ്ഥലത്ത് ഒരു വലിയ രോഗം വരും, ഇന്നിന്ന പ്രദേശങ്ങളിൽ നിപ്പ വൈറസ് വരും. ഈ രീതിയിലുള്ള സംഭവങ്ങളൊക്കെ ഈ ലോകത്ത് നമ്മുടെ മണ്ണിൽ നടക്കുമ്പോ, ഭൂമി മണ്ണിൽ നടക്കുമ്പോ, ആ ഭൂമി മണ്ണിലെ സംഭവങ്ങളൊക്കെ നടത്തേണ്ടത് അള്ളാന്റെ സൈന്യമായ അല്ലാഹു തആലാന്റെ നടത്തിപ്പുകാരായ മലക്കുകളാണ്. മലക്കുകൾ ആ കാര്യങ്ങൾ ചർച്ച ചെയ്യും. നേതാക്കൾ, ഉന്നതന്മാർ, ഗവൺമെന്റ്, DGP, മറ്റൊരു മറിച്ചു എന്നൊക്കെ പറയുന്ന മാതിരി ആ ആളുകൾ അവരുടെ താഴ്ഘടകങ്ങൾക്ക് വിവരം കൊടുക്കും, കീഴ്ഘടകങ്ങൾക്കും കീഴളന്മാർക്കും വിവരം കൊടുക്കുമ്പോ ഇത് കട്ട് കേൾക്കും. ആകാശത്ത് കയറിക്കൊണ്ട് ജിന്നുകൾ, പിശാചുക്കൾ ആ കട്ട് കേട്ട വിവരം അവരോട് പറയും. ഇടിവെട്ടാൻ പോകുന്നുണ്ട്,
അല്ലെങ്കിൽ വലിയ രോഗം വരാൻ പോകുന്നുണ്ട്, 8 ദിവസത്തിനുള്ളിൽ ഒരു വലിയ അപകടം സംഭവിക്കാൻ പോകുന്നുണ്ട്, ഇതൊക്കെ അതുപോലെ തന്നെ പുലരും. കാരണം ഇത് നടപ്പാക്കുന്ന മലക്കുകൾ സംസാരിച്ച വിവരമാണല്ലോ ഈ കട്ട് കേട്ട് കൊണ്ടുവന്നത്. ഈ രീതിയിലുള്ള ജ്യോത്സ്യന്മാർക്ക് വേണ്ട വകുപ്പുകളും സൗകര്യങ്ങളും അന്നുണ്ടായിരുന്നു. ആരംഭനബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രസവത്തിന്റെ അതേ രാത്രി മുതൽക്ക് അതെല്ലാം തടയപ്പെട്ടു. വറുമിയത്തിശ്ശയാതീനു ബിശ്ശുഹുബിസ് സവാഖിബ്, അവരെ തുളച്ചു കയറുന്ന തരത്തിലുള്ള വലിയ ചെങ്കോലുകൾ കൊണ്ട് പിശാചുക്കളെ എറിയപ്പെട്ടു. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രസവത്തിന്റെ നാളിൽ സംഭവിച്ചിട്ടുള്ള ഒന്നാണ്. അന്നത്തെ ഒരു നാളിൽ മാത്രമല്ല, ആ നാളിൽ തുടങ്ങിയിട്ട് പിന്നെ ആകാശത്തിലേക്ക് കയറാൻ മലക്കുകളുടെ സംസാരം കേൾക്കാനുള്ള എല്ലാ പഴുതുകളും അടക്കപ്പെട്ടു. അടക്കപ്പെട്ടതിന് ശേഷം ഇത്തരം വിവരങ്ങൾ സത്യസന്ധമായി കിട്ടാൻ ഒരു മാർഗമില്ല. പിന്നെ ചെയ്യുന്നത് എന്താണ്? പണ്ട് കിട്ടിയ വിവരങ്ങൾ വെച്ചിട്ട് അന്നത്തെ വിവരങ്ങളിൽ കൂട്ടിച്ചേർത്തിട്ട് ഇല്ലാത്തതും വേണ്ടാത്തതും കൂട്ടിച്ചേർത്തിട്ട് ഒരു കൂട്ടം ആളുകൾ ചൂഷണം ചെയ്യുകയാണ്, കള്ളം പറയുകയാണ്, പണമുണ്ടാക്കുകയാണ്. ഈ രീതിയിലാണ് നബിയുടെ നുബുവത്തിന്റെ കാലത്ത് സംഭവിച്ചിരുന്ന കാഹിരികളുടെ പ്രവർത്തനങ്ങളൊക്കെ. അത്തരം ആളുകൾ ഇനിയും ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കും. എങ്ങനെയാണ് അവർക്ക് വിവരങ്ങൾ പലതുണ്ട്. ആ വിവരം കിട്ടാനുള്ള മാർഗങ്ങളുമുണ്ട്. അത് വെച്ചിട്ട് അല്ലാഹു തആല പരീക്ഷിക്കുന്നതിനു വേണ്ടി അല്ലാഹു സംവിധാനിച്ചിട്ടുള്ള സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നടക്കുന്ന ഈ ഇടപാടുകളെ അല്ലാഹുവിന്റെ റസൂൽ താക്കീത് ചെയ്യുന്നുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ ചില ഹദീസുകൾ ഞാൻ ഉദ്ധരിക്കട്ടെ. നമ്മളിടയിൽ നടക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ ചിന്തിക്കുക. അതിന്റെ പരിഹാരം എന്താണ്? വിശ്വാസികൾ എങ്ങനെയായിരിക്കും ഇതുമായുള്ള വിശ്വാസികളുടെ സമീപനം? ഇതാണ് എനിക്കിന്ന് സംസാരിക്കാനുള്ള വിഷയം. ആരംഭ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ലൈസ മിന്നാ മൻ തതയ്യറ ഔ തുതയ്യറ ലഹു ഔ തകഹന ഔ തുകുഹിന ലഹു ഔ സഹറ ഔ സുഹിറ ലഹു ശഫീഉനാ റസൂലുള്ളാഹി. നമ്മുടെ കൂട്ടത്തിൽപ്പെട്ടവനെയല്ല, മുസ്ലിം ഉമ്മത്തിൽപ്പെട്ടവനായി ഗണിക്കാൻ പറ്റില്ല. മൻ തതയ്യറ, തതയ്യുർ നടത്തുന്ന ആൾ, അവലക്ഷണം, പക്ഷികളുടെ പറക്കലുകളും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മൃഗങ്ങളെ ലാക്കാക്കിയിട്ട് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഉപായങ്ങളെ ലാക്കാക്കിക്കൊണ്ട് അവലക്ഷണം നോക്കിക്കൊണ്ട് കാര്യത്തിൽ നിന്ന് ലക്ഷണം പോരാ, ശരിയില്ല, അത് ആപത്താണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് കാര്യത്തിൽ നിന്ന് മടങ്ങിപ്പോരുന്ന ഒരു പ്രവൃത്തി, ഇത് നടത്തുന്ന ആൾ നമ്മുടെ ഉമ്മത്തിൽപ്പെട്ടവനല്ല. ഔ തുതയ്യിറ ലഹു, അത് താൻ നടത്തുന്നില്ലെങ്കിൽ ആർക്കു വേണ്ടിയാണോ അത് നടത്തുന്ന ആളുകളെ സമീപിക്കുന്ന ആളുകൾ സമീപിക്കുന്നത്, അത്തരം ആളുകളും നമ്മുടെ ഉമ്മത്തിൽപ്പെട്ടവനല്ല, മുസ്ലിങ്ങൾ എന്ന് പറയാൻ പറ്റുന്നവനല്ല. ഔ തകഹന, കാഹിനീങ്ങളായി ചമയുന്നവരും കാഹിനിന്റെ വേല ചെയ്യുന്നവനും നമ്മിൽപ്പെട്ടവനല്ല. ആരാ കാഹിൻ? ജിന്നുകൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ജിന്നിന്റെ അടുത്ത് കിട്ടണ വിവരാണ്, ഭൂതത്തിന്റെ വിവരമാണ്. ജിന്ന് പറഞ്ഞു കൊടുക്കാൻ നമ്മളെ ഭാഷയിൽ തന്നെ പറഞ്ഞെങ്കിലേ എന്ന് മനസ്സിലാവുള്ളൂ. ജിന്ന് പറഞ്ഞു കൊടുക്കാണ്, ജിന്നി ബീവിയാണ്, ജിന്നുമ്മയാണ്, ജിന്ന് ബാപ്പയാണ്, ജിന്നിന്റെ ഒലക്കയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ജിന്ന് പറഞ്ഞു കൊടുക്കുന്നു എന്ന നിലയിൽ ആരെങ്കിലും മനുഷ്യന്മാർ സംസാരിച്ചുകൊണ്ട് ഭാവി കാര്യങ്ങൾ പറയുന്നുവോ, മറഞ്ഞ കാര്യങ്ങൾ പറയുന്നുവോ, ഇത് പറയുന്നവന്റെ പേരാണ് കാഹിൻ. ഇതിന് പേരെന്ത് വെച്ചാലും വേണ്ടില്ല. നമ്മളിപ്പോ ജ്യോത്സ്യം എന്ന് പറഞ്ഞാല് ഭാഷ മാറും. നമ്മൾ ജ്യോതിഷം എന്ന് പറഞ്ഞപ്പോ ജ്യോതിഷത്തിന്റെ വിവരങ്ങൾ വെച്ചുകൊണ്ടും ജ്യോതിഷ വിവരപ്രകാരമുള്ള നക്ഷത്രത്തിന്റെ രാശികളുടെ കണക്ക് പ്രകാരം ഓരോ ആൾക്കാരുടെ ജാതകം നോക്കി ആ ജാതകത്തിന്റെ രാശി നോക്കിയിട്ട് വരാവുന്ന കാര്യങ്ങളും അത്ഭുതങ്ങളും കെടുതികളും ഒക്കെ വിവരിക്കുന്ന ആളാണ് നമ്മളെ ജ്യോത്സ്യൻ. ഇങ്ങനെ ജ്യോത്സ്യം എന്നതിന് അർത്ഥം വെച്ചാൽ പോരാന്നർത്ഥം. നമ്മളെ നാട്ടിൽ നിന്ന് വേറെ പേര് പറയണതിന് അതൊരു പാടുണ്ട്. ഏർവാടി ഗ്യാങ്ങാക, അല്ലെങ്കിൽ നാഗൂര് ഗേങ്ങാവ, അല്ലെങ്കിൽ അപ്പുറത്തെ ഗേങ്ങാക. ഞങ്ങളിത് പറയുമ്പോ ഇത് വിശ്വാസികളെ ചൂഷണം ചെയ്യുന്നതിന് വേണ്ടി വരുന്ന കാര്യങ്ങളെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. യാഥാർത്ഥ്യത്തിൻ്റെതായ ചില സംഗതികളൊക്കെ അതിന്റെ ഇടയിലുണ്ട്. ആ യാഥാർത്ഥ്യത്തിന്റെ മറപിടിച്ചുകൊണ്ട് വിശ്വാസികളെ ചൂഷണം ചെയ്യാൻ പല രംഗത്തും നടന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ മോശപ്പെട്ട വൃത്തികളും അതിൽ വഞ്ചിതരായി പോകുന്ന ആളുകളെയും ഉദ്ദേശിച്ചുകൊണ്ടാണ് ഞാനിത് സംസാരിക്കുന്നത്. അള്ളാന്റെ റസൂൽ പറഞ്ഞതായത് കാഹിനുകൾ ഈ സമൂഹത്തിലുണ്ടാകും. ആ കാഹിനുകളെ സമീപിച്ചുകൊണ്ട് കഹാനത്ത് നടത്തുന്നവൻ അല്ലെങ്കിൽ ആരാണോ അവരെ സമീപിക്കുന്നത് തുകുഹിനലഹു, ഈ കാഹിൻ പണി നടത്തുന്ന ആളെ സമീപിക്കുന്നത് ആരാണ്, ആർക്കു വേണ്ടിയാണ് ഇത് നടത്തുന്നത്, അയാളും നമ്മിൽപ്പെട്ടവനല്ല. ഔ സഹറ, കൂടോത്രങ്ങളും സിഹറുകളും ചെയ്തുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ നമ്മിൽപ്പെട്ടവനല്ല. ഔ സുഹിറ ലഹു, അല്ലെങ്കിൽ ആർക്കു വേണ്ടിയാണോ സിഹിർ നടത്തപ്പെടുന്നത്, അതായത്
കൂടോത്രം നടത്തുന്നവന്റെ അടുക്കൽ ആരാണോ പോയത്, മറ്റേതെങ്കിലും ആളുകളെ ഉപദ്രവിക്കാനും സിഹ്ർ ചെയ്യാനും മാരണം ചെയ്യാനും അത് ചെയ്യാൻ വേണ്ടി പോയവരാരാണോ അവരും നമ്മിൽപ്പെട്ടവനല്ല. ചെറുതും വലുതുമായ അപകടങ്ങളെയാണ് അല്ലാഹുവിന്റെ റസൂലോട് പറയുന്നത്. ഒന്ന് വമ്പൻ സബുൽ മൂബിഖാത്തിൽ പെട്ടിട്ടുള്ളതും കുഫ്റാണെന്ന് വരെ നല്ലൊരു പറ്റം വിവരമായി വിധി എഴുതിയിട്ടുള്ളതുമായ ക്ഷുദ്രവേലയാണ് സിഹ്ർ എന്നറിയുന്നത്. കൂടോത്രം എന്ന് നമ്മളെ ഭാഷയിൽ പറയാം. മാരണം ചെയ്യാം, നമുക്കൊന്നും വേണ്ട, അർബ് തന്നെ മതിയല്ലോ. സിഹ്ർ ചെയ്യാണ് ലോകത്ത് സിഹ്ർ എന്നാ വേഗം തിരിയല്ലോ. അനങ്ങിയ സിഹ്റല്ലേ പോ, എവിടെ സിഹറായി ഒന്നും തിരിഞ്ഞാ മറിഞ്ഞാ സിഹറല്ലാത്തൊരു കാരണമല്ല, ഒരു രോഗയല്ല. ആ വിധത്തിലുള്ള സിഹർ എന്ന് നമുക്ക് സുപരിചിതമായ ഈ പദം, എന്നാൽ അതിന് യാഥാർത്ഥ്യമുണ്ട്, ഇല്ല എന്ന് പറഞ്ഞുകൂടാ. സിഹർ അല്ലാഹുവിന്റെ റസൂലിന് വരെ ഫലിച്ചിട്ടുണ്ടല്ലോ. ഇത് വെച്ചിട്ടാണ് ഈ കള്ളന്മാർ വിലസുന്നത്, ഇത്തരം സംഭവങ്ങൾ വെച്ചിട്ട്. എന്നാ അല്ലാഹുവിന്റെ റസൂലിന് ഫലിച്ചത് നോക്കിയപ്പാറല്ലോ, ഫലിച്ചത് അല്ലാഹുവിന്റെ റസൂലിന് സുഖപ്പെട്ടിട്ടുണ്ടല്ലോ. സുഖപ്പെടാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടോ കുല്ലൗദു റബ്ബിൽ ഫലക്ക് ഖുർആനിൽ ഇപ്പോഴും ഉണ്ടല്ലോ. കുല്ലൗദു റബ്ബിൻ നാസു, കുല്ലൗദു റബ്ബിൽ ഫലക്കും കുല്ലൗദു റബ്ബിൻ നാസു ഇറങ്ങിയിട്ട് അള്ളാഹുവിന്റെ റസൂലിന് 11 കെട്ടുകളും നബി തങ്ങൾ ഇത് ഓതുമ്പോ നബിക്ക് വേണ്ടി മാരണം ചെയ്യപ്പെട്ടിട്ടുള്ള കൂടോത്രത്തിന്റെ കയറിൽ നിന്നും 11 കെട്ടുകളും അറ്റുപോയി. ഇതിനു വേണ്ടിയുള്ളതാണ്. ആ കുല്ലൗദു റബ്ബിൽ ഫലക്കും കുല്ലൗദു റബ്ബിൻ നാസ് ഇവിടെ ഉണ്ട്. പക്ഷെ അതുപോരാ, അതിന് മുട്ടമ്മ തന്നെ പണിയെടുക്കണം, അതിന് തേങ്ങപ്പ തന്നെ പണിയെടുക്കണം, അതിന് വേറെന്തെങ്കിലോ പണിയെടുക്കണം, വേണ്ടാത്ത വൃത്തികേടുകൾ തന്നെ ചെയ്യണം. ഇത്തരത്തിലുള്ള പണികൾ ചെയ്തെങ്കിലേ ഇത് പോകുള്ളൂ എന്നാ റസൂലുള്ളാഹിന്റെ സിഹ്റിനൊന്നും ചെയ്തിട്ടില്ലല്ലോ. ഇത് നമ്മൾ ശ്രദ്ധിക്കണം. ഇത്തരത്തിലുള്ള ഒരുപാട് ആളുകൾ, മുസ്ലിമീങ്ങളുണ്ട് അമുസ്ലിമീങ്ങളുണ്ട്, ഈ വിധത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന വ്യാപകമായ ഒന്നാണ് സിഹ്ർ. എന്നാൽ അത് സമൂഹത്തിൽ നിലനിൽക്കും, അന്ത്യനാൾ വരെ നിലനിൽക്കും. അതിന് യാഥാർത്ഥ്യവുമുണ്ട്. യാഥാർത്ഥ്യം ഉണ്ടാവുമ്പോഴല്ലേ മനുഷ്യന്മാർ പെടുള്ളൂ. ഒറിജിനൽ ഉണ്ടാവുമ്പോഴേ ഡ്യൂപ്ലിക്കേറ്റ് അതിൽ വരുള്ളൂ. അത് നമ്മളൊന്ന് മനസ്സിലാക്കിയാൽ മതി. എല്ലാം കള്ളത്തര, എല്ലാം മണ്ടത്തര, എല്ലാം അന്ധവിശ്വാസം അറിയണമല്ല മണ്ടന്മാര്. അങ്ങനെ ഒരു അന്ധവിശ്വാസം നടക്കുവോ? യാഥാർത്ഥ്യത്തിന്റെ പകർപ്പായിക്കൊണ്ടേ അന്ധവിശ്വാസങ്ങളും ഡ്യൂപ്ലിക്കേറ്റുകളൊക്കെ വരുള്ളൂ. എപ്പോഴും നല്ല കമ്പോളുള്ള സാധനല്ലേ ഡ്യൂപ്പിൽ ഇറങ്ങുള്ളൂ. അതാണ് അതിന്റെ കണക്ക്. അപ്പൊ ആ കണക്കിൽ ഇതൊക്കെ യാഥാർത്ഥ്യമുള്ളതാണ്. പക്ഷെ ഈ യാഥാർത്ഥ്യത്തിന്റെ മറപിടിച്ചുകൊണ്ട് തോന്യാസം ചെയ്യുന്നവരുടെ ചൂഷണത്തിൽ വിശ്വാസികൾ പെടാൻ പാടില്ല എന്നാണ് നബി ഇവിടെ പഠിപ്പിക്കുന്നത്. വിശ്വാസികൾ അതിന് ഒരിക്കലും പെടാൻ പാടില്ല. അതിന് വേണ്ട സുരക്ഷാ മാർഗം ദീൻ തന്നിട്ടുണ്ട്, നമ്മുടെ ഈമാൻ തന്നിട്ടുണ്ട്, നമ്മുടെ വിശ്വാസം തന്നിട്ടുണ്ട്. ആ വിശ്വാസത്തിനെ കുറിച്ചുള്ള ബോധമുള്ള വിശ്വാസമുള്ള ആളുകൾ ഒരിക്കലും ഇതിലൊന്നും അകപ്പെടുകയുമില്ല.